അങ്ങോട്ട് അള്ളാഹുവിനെ ഒരാൾ സ്തുതിച്ചാൽ അവനെ അള്ളാഹു ഇങ്ങോട്ട് സ്തുതിക്കും. അതാണല്ലോ സമുദായത്തിന് വേണ്ടി സേവനം ചെയ്തപ്പോൾ അവരെ ഈ സംഘടന ഈ സ്റ്റേജിൽ വെച്ച് അനുമോദിച്ചു. അവർ സമൂഹത്തെ സേവിച്ചവരാണ്. ആ സേവനത്തിന് പകരം അങ്ങോട്ട് നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ അനുമോദിച്ചു, അള്ളാഹു ഇങ്ങോട്ടും അനുമോദിച്ചു. മുഹമ്മദ് സ്തുതിക്കപ്പെട്ട ആളാണ്. നോക്കൂ എത്രയാണ് ആ നബിയോടുള്ള സ്നേഹം, ആ തിരുനബിയോടുള്ള മഹബത്ത് എത്രയാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ. ബാപ്പാന്റെ ജനന തീയതി ചോദിച്ചു നോക്കൂ, ആർക്കറിയാം ബാപ്പാന്റെ ഡേറ്റ് ഓഫ് ബർത്ത്? സ്വന്തം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല. പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ ഒരു കൂപ്പൺ കിട്ടും പൂരിപ്പിക്കാൻ. അതിലെ പേര്, ജനന തീയതി, ഫ്ലൈറ്റിന്റെ നമ്പർ, ഇതെല്ലാം ഇങ്ങനെ എഴുതണം. അതിന് പേരെടുത്ത് കണ്ണടയെല്ലാം ഘടിപ്പിച്ച് ഇങ്ങനെ നോക്കൂ. ഡേറ്റ് ഓഫ് ബർത്ത്, സ്വന്തം ജനന തീയതി, പാസ്പോർട്ട് നോക്കി എഴുതുകയാണ്. കുറെ കാലം നോക്കി പരിചയമുള്ളവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാകും, അല്ലാത്തവർക്ക് സ്വന്തം ജനന തീയതി അറിയില്ല. എങ്കിൽ റസൂലുള്ളാഹിന്റെ ജനന തീയതി അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിമിന് ലോകത്തെവിടെയെങ്കിലും കാണാൻ കഴിയുമോ? ആ നബി ജനിച്ച തീയതി കാണാതെ പഠിച്ചിരിക്കുന്നു മുസ്ലിം ലോകം. റബീഉൽ അവ്വൽ 12. അതറിയാത്ത കുട്ടിയില്ല, അതറിയാത്ത മനുഷ്യനില്ല. അമേരിക്കയിലും ആ നബിദിനം ആചരിക്കുന്നു. ലോകത്തെ എല്ലായിടങ്ങളിലും അത് നടത്തുന്നു. കഴിഞ്ഞ മാസം റബീഉൽ അവ്വൽ 12, ഈ മാസത്തിന്റെ തുടക്കത്തിലെ റബീഉൽ അവ്വൽ 12-ന് പരിശുദ്ധമായ മദീന ഷരീഫിൽ റൗള ഷരീഫിന്റെ ചാരത്ത് ഒരു വലിയ മൗലിദ് പരിപാടി നടന്നപ്പോൾ ആ പരിപാടിയിൽ നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദ് കാന്തപുരം ഉസ്താദ് അവിടെ സന്നിഹിതരായപ്പോ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആലിമീങ്ങൾ ആ മജ്‌ലിസിൽ ഉണ്ടായിരുന്നുവെന്ന് ഉസ്താദ് കഴിഞ്ഞ മീലാദ് സമ്മേളനത്തിൽ അനുസ്മരിക്കുകയുണ്ടായി. അതുപോലെ ഈജിപ്തിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നബിയുടെ മദ്ഹുകൾ പറയുന്ന നബിദിനങ്ങൾ നടക്കുന്നു. ആ നബിദിനത്തിന്റെ ദിവസത്തിൽ കുട്ടികൾ പാടുന്ന പാട്ട്, ത്വാലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മദാ ലില്ലാഹി ദാഇ. ത്വലഅൽ ബദ്റു, ചന്ദ്രൻ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, അലൈന, ഞങ്ങളിലേക്ക്. ആരാണ് ചന്ദ്രൻ? ചന്ദ്രിക, ചന്ദ്രൻ. ആരാണ് ചന്ദ്രൻ? സിറാജ്. എന്താണ് സിറാജ്? സുബ്ഹാനല്ലാഹ്. ചന്ദ്രനെയും സൂര്യനെയും കേൾക്കാത്ത ആളുകൾ വെളിമണ്ണയിലില്ല. സൂര്യനെ പറ്റി കേൾക്കാത്തവരില്ല, ചന്ദ്രനെ പറ്റി കേൾക്കാത്തവരില്ല. എന്നാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനാണ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിറാജാണ്. രണ്ടും നബിയുടെ സവിശേഷങ്ങളാണ്. ആ നബിയെ പറ്റി ഖുർആൻ പറയുന്നു നബി സിറാജാണ്. ആ നബിയെ പറ്റി ഖുർആൻ പറയുന്നു നബി ചന്ദ്രനാണ്. ഇങ്ങനെ ഒരാളെ പുകഴ്ത്താൻ പാടുണ്ടോ? ഓ, ഖുർആൻ പുകഴ്ത്തിയാൽ നമുക്കെന്തിനു പുകഴ്ത്താൻ പഠിക്കണം? മൗലിദിന്റെ വരികളിൽ അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗഖ നൂർ, അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗഖ നൂർ. സുന്നത്തിയമായത്തിന്റെ വിരോധികൾ അവരാണ് സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കിയത്, അവരാണ് മഹല്ലിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. ഈ കൊച്ചു കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രം എടുത്തു നോക്കിയാൽ ഇവിടെ മുസ്ലിമീങ്ങൾ ഒറ്റ വിഭാഗം മാത്രമേ ഉള്ളൂ, സുന്നികൾ. ആലിമീങ്ങൾ ആദരിക്കുന്ന, അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്ന, സ്വാലിഹീങ്ങളെ പ്രിയം വെക്കുന്ന, തബറുക്കിന്റെ ആളുകൾ, റസൂലുള്ളാഹിയുടെ മുടിയിട്ട വെള്ളം കണ്ടാൽ ആ വെള്ളം കുടിക്കുന്ന, മഹാന്മാരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്ന, തലപ്പാവ് ധരിച്ച ഏതെങ്കിലും ഒരാളെ കാണുമ്പോഴേക്ക് ആദരിക്കുന്ന, അവർക്ക് ആഹാരം നൽകുന്ന ഈ സംസ്കാരമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് മുഴുവനും തകർത്ത് വെള്ളിയാഴ്ച പള്ളിയിൽ നടക്കുന്ന അറബി ഭാഷയിൽ നടത്തുന്ന ഖുത്ബ അറബിയല്ലാത്ത ഭാഷയിൽ നടത്തണമെന്ന് വാദിക്കുകയും പർദ്ദ ധരിക്കുന്ന മുസ്ലിം സ്ത്രീകൾ പർദ്ദ വലിച്ചെറിയണമെന്ന് ഇവിടെ
ഫത്വ ഇറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പുതിയ ആശയക്കാർ 921 ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ പിന്നീടാണ് ഇവിടെ ഭിന്നിപ്പുണ്ടായത്. ഈ ഭിന്നിപ്പുണ്ടാക്കുന്ന കക്ഷികൾ അവരാണ് ഇന്ന് മുഴുവൻ മഹല്ലുകളിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ അവര് തന്ത്രപൂർവം ആ കുഴപ്പത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ സുന്നികളിൽപ്പെട്ട ചില ആളുകളെ തലയിലേക്ക് മെല്ലെ വെച്ചു കൊടുത്ത് മെല്ലെ അവര് മാറി. ഇതാ സംഭവം ഇവിടെ ഉണ്ടായത്. ഈ സംഭവം ഒന്നും കാണാത്തവരല്ല നമ്മൾ. ഇതിലൊക്കെ കളിക്കുന്ന ആളുകളെ കള്ളന്മാരെ പിടികൂടിയിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് ആളുകളെയും കൂടി പിടികൂടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല ഹഖിന്റെ അഹ്ലുകാരെ വിജയിപ്പിച്ചു തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരുടെ വാദം ഈ മങ്കൂസ് മൗലിദിലും അതുപോലെയുള്ള കീർത്തനങ്ങളിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂര്യനെന്നും ചന്ദ്രനെന്നും ഒക്കെ പുകഴ്ത്തുന്നുണ്ട്. ഇതൊക്കെ ലേശം ഓവറാണ്, അധികമാണ്. അതുകൊണ്ട് സുന്നികൾ വീരാരാധനയുടെ ആളുകളാണ്. അത്ര വേണം. മുഹമ്മദ് നബിയെ ദൈവമാക്കണം, അള്ളയാക്കണം, ഒരു മനുഷ്യനാക്കി സങ്കല്പിച്ചാൽ പോരെ എന്ന് പറയുന്നവരുണ്ട്. അവരുടെ മറുപടിയാണ് സ്വഹാബത്ത് നൽകുന്ന മറുപടി. ത്വലഅൽ ബദ്റു അലൈനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചന്ദ്രനാണ്. ആ ചന്ദ്രൻ ഇതാ മദീനയിലെ കുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മർഹബ. ആ സ്നേഹം മൂത്ത് വളരെ ശക്തി പ്രാപിച്ച് ആ സ്നേഹത്തിന്റെ ആധിക്യം എവിടെ എത്തി എന്ന് ചരിത്രം നോക്കിയാൽ കാണാം. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലാതിരുന്നാൽ അവൻ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരെയാണ്. ആ നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ മറന്നു പോകരുത്. അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ആ നബിയുടെ മക്കൾ അഹ്ലു ബൈത്ത് സയ്യിദുമാർ. സയ്യിദുമാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെ ഇല്ല എന്ന് വാദിക്കുന്നവരാണ് സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ. അതേ സമയത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വീക്ഷണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പര അത് അഹ്ലു ബൈത്താണ്. അവർക്ക് പ്രാധാന്യമുണ്ട്, അവരോട് അടുക്കണം. ആലുൻ നബി ദരിഅതി വഹുമു ഇലൈഹി വസീലത്തി. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ആരാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഷാഫി ഇമാം അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്, റസൂലുള്ളാഹിന്റെ സന്താന പരമ്പരയാണ്. മാത്രമല്ല ആ ഷാഫി ഇമാം നബിയോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ തന്റെ കുട്ടിക്ക് പേരിടുന്നു മുഹമ്മദ്. ഷാഫി ഇമാമിന്റെ പേരെന്താണ്? മുഹമ്മദ് എന്നാ. പക്ഷെ ആ ഷാഫി ഇമാമിനൊരു മകനുണ്ടായപ്പോ ആ മകനും പേരിട്ടു മുഹമ്മദ്. അത്ര സ്നേഹമാണ്. ആ സ്നേഹമുള്ള ഇമാം ഷാഫി പറയുന്നു, ആലുൻ നബി ദരിഅതി, എനിക്ക് അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗം അഹ്ലു ബൈത്താണ്. അവരെ വിട്ടുകൊണ്ടൊരു കളി എനിക്കില്ല. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തീർന്നില്ല. ആ നബിയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ധാരാളം കാര്യങ്ങൾ ഇസ്ലാം മതം നമുക്ക് പഠിപ്പിച്ചു തന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ അഭിമാനമോ ദുരഭിമാനമോ നമ്മളെ ഭൗതികമായ വിചാരങ്ങളോ അതെത്ര വലുതായാലും ശരി, അതിനെയെല്ലാം മറികടക്കുന്ന രൂപത്തിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം നമുക്ക് വർദ്ധിക്കണം. ചരിത്രത്തിലേക്ക് നോക്കൂ. ഞാൻ എന്റെ പ്രഭാഷണം നീട്ടുന്നില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കളതാ പിടിച്ചു കൊണ്ടുപോകുന്ന രംഗം. അതാ മക്ക ശരീഫിൽ നിന്ന് ഉംറക്ക് പോകുമ്പോൾ മസ്ജിദ് ആയിഷ എന്നൊരു സ്ഥലത്തേക്കാണല്ലോ നമ്മൾ തന്നീമിലേക്കാണ് ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ പോകാറുള്ളത്. ആ തന്നീമിലുള്ള പള്ളിയുടെ സമീപത്ത് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് ഒരു മനുഷ്യനെ തൂക്കിലേറ്റിയിരിക്കുന്നു. ആരാണ്? ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ കാണുന്നുണ്ടോ? അത് മറ്റാരുമല്ല, ഹുബൈബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നതിന്റെ തൊട്ടു മുൻപ് അന്ന് രാവിലെ അങ്ങാടികളിൽ വലിയൊരു അനൗൺസ്മെന്റ് നടന്നു. ആ അനൗൺസ്മെന്റ് ഇങ്ങനെയാണ്: ഇതാ മുഹമ്മദ് നബിയെ അനുകൂലിച്ച ഹുബൈബിനെ ഇന്ന് വൈകുന്നേരം തൂക്കിക്കൊല്ലുന്നു. അതുകൊണ്ട് ആ രംഗം നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ തൻഈമിന്റെ സമീപത്തുള്ള മൈതാനത്തേക്ക് വരണമെന്നാണ് അനൗൺസ്മെന്റ്. ആ അനൗൺസ് കേൾക്കുമ്പോൾ മക്കയിലുള്ള ഇസ്ലാമിന്റെ വിരോധികൾ മുഴുവനും തൻഈമിലേക്ക് മാർച്ച് ചെയ്യുന്നു. എല്ലാവരും ആ രംഗം നേരിട്ട് കാണാൻ നിൽക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതിന്റെ പേരിൽ, ആ നബിയെ മഹബത്ത് വെച്ചതിന്റെ പേരിൽ, ആ നബിയോട് ആഭിമുഖ്യം പുലർത്തിയതിന്റെ പേരിൽ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്ന രംഗം ശത്രുക്കൾ അതാ വലിയ ഉത്സവമായി ആഘോഷിക്കുകയാണ്.
ഹുബൈബിനെ തൂക്കിലേറ്റുന്നു. ആ ഘട്ടത്തിൽ ഒന്നാമത്തെ ചോദ്യം, അല്ലയോ ഹുബൈബ്, ഒറ്റ ചോദ്യം നിന്നോട് ചോദിക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, അടുത്ത സെക്കൻഡിൽ എന്റെ കഴുത്തിലതാ കയറി വരുന്നു. സദ്ദാം ഹുസൈനെ ഇറാഖിൽ വെച്ച് ആ തൂക്കിലേറ്റിയ രംഗം നമ്മൾ പത്രങ്ങളിൽ കണ്ടല്ലോ, മീഡിയകളിൽ കണ്ടല്ലോ. എന്നാൽ പച്ചയായി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏറ്റവും വലിയൊരു സ്വഹാബിയെ തൂക്കിലേറ്റുന്ന സമയം ഒന്നാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിനക്ക് സ്നേഹമില്ല എന്ന് ഒരൊറ്റ വാക്ക് നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്നതായിരുന്നു അവരുടെ പ്രസ്താവന. ഉടനെ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ തൂക്കിലേറ്റിയ ഘട്ടത്തിൽ അദ്ദേഹം നൽകുന്ന മറുപടി എന്താണ്? സുബ്ഹാനല്ലാഹ്, ലൗ കാന മകാനക മുഹമ്മദു, നിന്റെ സ്ഥാനത്ത് ഈ മുഹമ്മദിനെ തൂക്കിലേറ്റുന്നുവെങ്കിൽ നിനക്ക് എന്താണോ പറയാനുള്ളത്? ഹുബൈബ് റളിയല്ലാഹുവിന്റെ മറുപടി, തിരുനബിയുടെ കാലിൽ ഒരു മുള്ളേൽക്കുന്നതും ഞാൻ മരിക്കേണ്ടി വരുന്നതുമായി എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അലട്ടുക ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുള്ളേൽക്കലാണ്. അതെനിക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. ഞാൻ മരിച്ചാൽ എനിക്ക് പ്രശ്നമല്ല, ആ നബിക്ക് എന്തെങ്കിലും ഒരു ചെറിയ വേദന സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ശത്രുക്കൾ പറഞ്ഞു, ഒന്നാമത്തെ പരീക്ഷണത്തിൽ നീ പൊട്ടിയതാണ്, നിനക്കിന് ജീവിതമില്ല, അടുത്ത സെക്കൻഡിൽ മരണം വരാൻ പോകുന്നു, അവസാനം നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. 2 റക്അത്ത് നിസ്കരിക്കുന്നു. ആ നിസ്കാരം സലാം വീട്ടതിന് ശേഷം കഴുത്തിലേക്ക് കയറിട്ട് തൂക്കി വലിക്കുന്ന ഘട്ടം, ഹുബൈബ് റളിയല്ലാഹു അൻഹു അവസാനം പറഞ്ഞ വാക്ക് കുട്ടികൾ പഠിക്കണം, അല്ലാഹുമ്മ ബല്ലിഗ് നബിയക മിന്നി സലാം. പടച്ചവനെ, ഈ മരണത്തിന്റെ ഘട്ടത്തിൽ എനിക്കാകെ ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ, എന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാന ഘട്ടത്തിൽ ഒന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ആ നബിയുടെ ഹദറത്തിൽ മരിച്ചിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു. ആ പൊന്ന് നബി എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് റബ്ബേ, നിന്റെ ഹബീബിന് എന്റെ ഒരു സലാം നീ എത്തിക്കണം. അല്ലാഹുമ്മ ബല്ലിഗ് നബിയക മിന്നി സലാം, എന്റെ ഒരു സലാം ആ ഹബീബായ നബിക്ക് നീ എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ. അത് മാത്രമാണ് എന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന വാക്ക് അതായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, ആ രംഗം, ഹുബൈബിനെ കൊല്ലുന്ന രംഗം കാണാൻ വേണ്ടി അവിടെ ചെന്ന ഒരു മനുഷ്യനുണ്ട്, സഈദ് എന്നാണ് അയാളുടെ പേര്. അയാളത് കാണാൻ പോയതാ. ഹുബൈബിനെ കൊല്ലുന്ന രംഗം കണ്ട് ആസ്വദിക്കാൻ പോയ ആളാ. എങ്ങനുണ്ട് പരിപാടി എന്നറിയാൻ പോയ ആളാണ് ആ സഈദ്. ഇതിങ്ങനെ കണ്ടതിന് ശേഷം ആ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കിലേറ്റി ആ ഡെഡ് ബോഡി അതാ എല്ലാരും കാണുന്ന രൂപത്തിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. കടമ്മനിട്ടേ പ്രദർശനത്തിന് വെച്ചു. ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു. ഉപചാരങ്ങൾ അർപ്പിക്കാൻ വേണ്ടി സാഹിത്യകാരന്മാരെ ബഹുമാനപൂർവം അതാ പൊതുദർശനത്തിന് വെക്കാറുണ്ട്. ഹുബൈബിനെ പൊതുദർശനത്തിന് വെച്ചത് ബഹുമാനിക്കാൻ വേണ്ടിയല്ല, അപമാനിക്കാൻ വേണ്ടിയാണ്. ആ പൊതുദർശനത്തിന് വേണ്ടി വെച്ച ആ ഡെഡ് ബോഡിയുടെ സമീപത്ത് സഈദ് വന്നിങ്ങനെ നിൽക്കുകയാണ്. നിന്നിട്ട് സഈദ് ഒരൊറ്റ പറയലാണ് പറയുന്നത്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറയുന്നു, യാ ഹുബൈബ് അന്ത ഉസ്താദി, അന്ത ഉസ്താദി, നിങ്ങൾ എന്റെ ഗുരുനാഥനാണ്, നിങ്ങൾ എന്റെ ഗുരുനാഥനാണ്, നിങ്ങൾ എന്റെ ഗുരുനാഥനാണ്. ഒരിക്കലും ഹുബൈബ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനെ ഇൽമു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ഒരക്ഷരം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഉസ്താദ് എന്ന് വിളിക്കാൻ ഇടയായത്? മറ്റൊന്നുമല്ല, ഇവിടെ വരുന്നതിന് മുൻപ്, ഈ തൻഈമിലെ വിശാലമായ മൈതാനത്തേക്ക് വരുന്നതിന് മുൻപ് ഞാൻ മുസ്ലിമായിരുന്നില്ല.
ഞാൻ ഇസ്ലാമിന്റെ വിരോധിയായിരുന്നു, ഞാൻ റസൂലുള്ളാഹിനെ വെറുക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഹുബൈബ് എന്നവരോട് ഇദ്ദേഹം പറയാണ്, നിങ്ങളെ കൊലപ്പെടുത്തുന്ന രംഗം കണ്ട് ആസ്വദിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ നിങ്ങളെ ഈമാനും നിങ്ങളെ ഹുബ്ബുർ റസൂലും റസൂലുള്ളാഹിനോടുള്ള നിങ്ങളെ കൽബിലുള്ള മഹബത്തും കണ്ടപ്പോൾ എന്റെ കൽബ് അതാ ഹിദായത്ത് കൊണ്ട് നിറഞ്ഞുപോയി. ഓ മുന്തു അൽസംതു അഫ്കാരി മദാഇഹു വജത്തുഹു ലിഖലാസി ഖൈറ മുൽതസിമി. അതാണ് സഹോദരന്മാരെ, റസൂലുള്ളാഹിന്റെ മദ്ഹ് കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കൽബിന് ഒരാൾ നിറച്ചാൽ ആ മനുഷ്യന്റെ കൽബിൽ രക്ഷ ലഭിക്കും, അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും രക്ഷ ലഭിക്കുന്നതാണ്. ലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹു ലുസ്തു ഫീ ആജാമിഹാ തജ്മീ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ മുറുകെ പിടിച്ചാൽ ഏത് സിംഹം അവനെ ആക്രമിക്കാൻ വരുമ്പോഴും റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് അവന്റെ കൽബിലുണ്ടെങ്കിൽ അവൻ വിജയിക്കുന്നതാണ്. ബാപ്പ സ്നേഹിക്കുന്നില്ല, ഉമ്മ സ്നേഹിക്കുന്നില്ല, ഭാര്യ സ്നേഹിക്കുന്നില്ല, മക്കൾ ഇഷ്ടപ്പെടുന്നില്ല, ആരുടെയും ഇഷ്ടം ഒരാൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ ഹബീബായ നബിയോട് മഹബത്ത് വെച്ചാൽ യൂസുഫ് നബ്ഹാനി തങ്ങൾ പറയുന്നു, നീ എത്ര ദുഷ്ടനായാലും ശരി, നീ എത്ര തമ്മാടിയായാലും ശരി, ആ നബിയുടെ പേരിൽ നീ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചാൽ നീ ആ ഹബീബിന്റെ ഏറ്റവും അടുത്ത ആളായി മാറുകയും പിന്നെ നിസ്കാരം ഖളാ ആക്കാത്ത, നോമ്പ് നഷ്ടപ്പെടുത്താത്ത, റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്ന നല്ലൊരവസ്ഥയിലേക്ക് നീ എത്തുകയും ചെയ്യും. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആ രൂപത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ സ്നേഹം നാം രൂപപ്പെടുത്തിയെടുക്കണം. അതിനുവേണ്ടിയാണ് നാം ഉത്സാഹിക്കേണ്ടത്. ആ മഹബത്തുണ്ടാക്കാനുള്ള രണ്ടു മാർഗങ്ങളാണ്. ഒന്ന്, പരമാവധി ആ പ്രവാചകൻ എങ്ങനെ പ്രശംസിച്ചു കൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടാൽ അവരെ പ്രശംസകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വെറുതെ ഇങ്ങനെ പ്രശംസകൾ പറയും. ഇഷ്ടമുണ്ടായാൽ ആ നബിയുടെ പ്രശംസകൾ വർദ്ധിപ്പിക്കുക, അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ നബിയെപ്പറ്റി പാട്ടുകൾ പാടാൻ കഴിയുന്നവർ പാട്ടുപാടുക, ഗദ്യം ചൊല്ലാൻ കഴിയുന്നവർ ഗദ്യം ചൊല്ലുക, ലേഖനം എഴുതാൻ കഴിയുന്നവർ ലേഖനം എഴുതുക. അതാ റിയാദിൽ ജയിലിൽ കഴിയേണ്ടി വന്നു നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദ് അവർകൾ. കൊല്ലങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ കയ്യിൽ നിന്ന് നാരിയത്ത് സ്വലാത്തിന്റെ ഒരു കോപ്പി ലഭിച്ചപ്പോൾ സൗദി അറേബ്യയിലെ ചില ദുഷ്ടന്മാരായ ആളുകൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അന്ന് ആ ജയിലിന്റെ അറയിൽ വെച്ച് ഉസ്താദ് നിയ്യത്താക്കുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ജയിലെത്തി ഉടനെ നേർച്ചയാക്കി റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ, ആ റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് ഉണ്ടാക്കാൻ, ആ നബിയുടെ മദ്ഹ് ചെല്ലാൻ വേണ്ടി, മദ്ഹുള്ള ഒരു പുസ്തകം എഴുതാൻ വേണ്ടി കിതാബ് ഉണ്ടാക്കാൻ നേർച്ചയാക്കി. മർക്കസു സഖാഫത്ത് സുന്നിയയിൽ വന്നു, ആ പുസ്തകത്തിന്റെ പണി ആരംഭിച്ചു. ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് പുറത്തിറക്കുകയും ചെയ്തു. എല്ലാറ്റിന്റെയും രക്ഷ നബിയുമായുള്ള ബന്ധമാണ്. നമ്മളത് മറന്നു പോകരുത്. നമ്മുടെ വേറെ ഏതെങ്കിലും തിരക്കിന്റെ ഇടയിൽ ഹബീബിനോടുള്ള മഹബത്ത് മറന്നു പോകരുത്. ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ആ സ്നേഹമെന്ന് പറഞ്ഞാൽ അത് വെറും മദ്ഹ് പറയലും പാടലും മാത്രമായി പോകരുത്, മൗലിദ് കഴിക്കലും മാത്രമായി പോകരുത്. പൊന്നുമക്കളോട്, പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന എല്ലാവരോട്, നിത്യപ്പണി നിത്യക്കൂലി എടുത്ത് ജീവിക്കുന്ന ആളുകളോട്, ഡ്രൈവർമാരോട്, കണ്ടക്ടർമാരോട്, ഗൾഫിൽ പല ജോലിയുമുള്ള ആളുകളോട്, വളരെ കഷ്ടപ്പെടുന്ന സാധാരണക്കാരോട്, പ്രിയപ്പെട്ട കരടിന്റെ കഷ്ടങ്ങളായ യുവജനങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, നബിയുടെ മദ്ഹ് പറയല് മാത്രം പോരാ. ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് പറയുന്നു, നിന്നോട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അവിടെ ഒരു ദിവസം പറഞ്ഞു, എനിക്ക് പെരുന്നാളിനേക്കൊരു ജോഡി കുപ്പായം വേണം, കുപ്പായം തുണിയൊക്കെ വേണം. അപ്പോഴും അവൻ പറയുന്നു, എന്നോട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ അവൾ മനസ്സിലാക്കിയത് കിട്ടൂന്നാണ്. എല്ലാ ദിവസവും പറയും, എന്നോട് വളരെ ഇഷ്ടമാണ്. ഒരു ദിവസം അവൾ ചോദിച്ചു, നിങ്ങൾ ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറയുന്നു, എനിക്ക് ആവശ്യമുള്ള ഒന്നും തരാത്തത് എന്താണ്?
എന്ന് ചോദിക്കുന്നത് പോലെ സുന്നത്തിനെ കൈവിട്ടാൽ, ഫർളിനെ ഉപേക്ഷിച്ചാൽ, സുന്നത്തുകളെ കൈവിട്ടാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പിണങ്ങും. ആ നബി നമ്മളോട് പിന്നെ മിണ്ടൂല. ആ നബിയുടെ മുഖം സന്തോഷത്തോടു കൂടി കാണാൻ കഴിയില്ല. അതുകൊണ്ട് സുന്നത്തിനെ മുറുകെ പിടിക്കണം. അപ്പോഴാണ് സുന്നികൾ ആകുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ആഗ്രഹിക്കുകയാണ്, പടച്ചവനെ ഇന്ന് രാത്രി ഹബീബായ നബി എനിക്ക് സ്വപ്നം കാണണം. നല്ല ആളുകളെ സ്വപ്നം കാണൽ നല്ലതാണ്. നല്ല സ്വലാത്ത് ധാരാളം ചൊല്ലിയിട്ട് ഒരാൾ കിടന്നാൽ, വെള്ള വസ്ത്രമണിഞ്ഞ് സ്വലാത്തും ചൊല്ലി വുളുവോടുകൂടി കിടന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാൻ കഴിയും. അല്ലാഹു തആല വലിയ ഭാഗ്യം ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുത്തഅല്ലിമീങ്ങളെ ഹക്ക് കൊണ്ട്, അഹ്ലു ബൈത്തിന്റെ ഹക്ക് കൊണ്ട് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ ആഗ്രഹം സ്വപ്നം കാണാൻ. അങ്ങനെ സ്വലാത്തൊക്കെ ചൊല്ലി കിടക്കുകയാണ്. ഇമാം ഗസാലി അദ്ദേഹത്തിന്റെ ഇഹ്യായിൽ ഉദ്ധരിച്ച സംഭവമാണ്. അന്ന് രാത്രി സ്വപ്നം കാണാൻ വലിയ ആശ. പാതിര സമയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷപ്പെടുകയാണ്. നേരങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു. സലാം പറയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം കൊടുത്തില്ല. പുഞ്ചിരിയോടെ നോക്കുന്ന, പുഞ്ചിരിയോടെ സലാം മടക്കുന്ന ഹബീബായ നബി തങ്ങൾ ഉമർ ഇബ്നു ഖത്താബിന്റെ നേരെ നോക്കുന്നില്ല. ഉമർ ചോദിക്കുന്നു, യാ റസൂലുള്ളാഹ്, എത്ര സന്തോഷത്തിൽ ജീവിച്ച ആളുകളാണ് നമ്മൾ, എന്താണ് അവിടുന്ന് എന്റെ നേരെ നോക്കാത്തത്? അപ്പോഴാണ് അവിടുന്ന് പറയുന്നു, ഉമർ, ഇതാ റമളാനിന്റെ നോമ്പ് നോറ്റ് പകൽ സമയത്ത് ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ചുംബിക്കുന്നത് ഹറാമില്ലെങ്കിലും കറാഹത്താണ്. റമളാനിൽ നോമ്പെടുത്ത ഭർത്താവ് ഭാര്യയെ ചുംബിക്കൽ ഹറാമില്ലെങ്കിലും കറാഹത്താണ്. അല്ല ഉമർ, ഇന്നലെ നിന്റെ ഭാര്യയെ പകൽ സമയത്ത് നീ ചുംബിച്ചില്ലേ? ഫസയറല്ലാഹു അമലക്കും വറസൂലു, നിങ്ങളുടെ അമലുകൾ അല്ലാഹ് കാണുന്നുണ്ട്. നിങ്ങളെ അമലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാണുന്നുണ്ട്. നബിക്ക് അല്ലാഹു അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, സ്ക്രീനിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാ മിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വയറുദ്ദുല്ലാഹു അലയ്യ റൂഹി ഫഅറുദ്ദു അലൈഹി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ആരെങ്കിലും എനിക്ക് സലാം ചൊല്ലിയാൽ ആ സലാം ഞാൻ കേൾക്കും, ആ സലാം ഞാൻ മടക്കും. അതിന് അല്ലാഹ് എനിക്ക് ഭാഗ്യം തരും എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി ആ ഹബീബായ നബി ഉമറിനോട് പറയാണ്. അതുകൊണ്ടാണ് നിന്റെ മുഖത്ത് നോക്കിയാൽ സന്തോഷം പ്രകടിപ്പിക്കാത്തത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ആ തിരുനബിയോട് സ്നേഹിക്കുന്നവർ, ആ തിരുനബിയെ ഇഷ്ടപ്പെടുന്നവർ ധാരാളമായി നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, കണ്ടാൽ സലാം പറയുക, പിണക്കങ്ങൾ തീർക്കുക, യോജിപ്പിന്റെ മാർഗത്തിലേക്ക്, സഹകരണത്തിന്റെ മേഖലയിലേക്ക് നാം ഒന്നിച്ചു വരിക. ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾ നിങ്ങൾ കാണുന്നില്ലേ? അവരൊക്കെ അനുകരിക്കുന്നത് ആരെയാണ്? അവരുടെ കുപ്പായത്തിന്റെ രൂപം സിനിമാ നടന്റെ സ്റ്റൈലിലാണ് അവരെ നടത്തം. സിനിമാ നടന്റെ കുപ്പായത്തിന്റെ കളറാണ് ആ കുട്ടിയുടെ കളർ. സിനിമാ നടൻ എന്ത് ചെയ്യുന്നു അതൊക്കെ കുട്ടികൾ അനുകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ വരണം. അങ്ങനെ വളരാൻ കഴിയണമെങ്കിൽ പാരമ്പര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ടീം ഇവിടെ ഉണ്ടാകണം. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു, അറബിക് കുട്ടികൾ അതിന്റെ ഉദാഹരണമാണ്. കുവൈത്തിലും ഖത്തറിലും സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ഗൾഫുകാരുണ്ടല്ലോ ഈ സദസ്സിൽ. അവരോട് ചോദിച്ചു നോക്കൂ, ഗൾഫ് നാടുകളിൽ നല്ല വിദ്യാഭ്യാസവും കഴിവുമുള്ള അറബികളെ ശ്രദ്ധിച്ചു നോക്കൂ. ആ അറബികളിൽ അറബിക് കുട്ടികൾ എപ്പോഴും, അറബികളെ കുട്ടികൾ നീളക്കുപ്പായിട്ടാണ് അവർ നടക്കുക. താടിയും മീശയും മുളച്ചു വരുന്ന സമയത്ത് ആ താടി അവര് മുറിച്ചു കളയൂല. അറബി കുട്ടികൾ അത് വളർത്തുക ചെയ്യുക. അതൊക്കെ ഇസ്ലാമിന്റെ സംസ്കാരം, ഇസ്ലാമിന്റെ മഹത്തായ സംസ്കാരം ഇപ്പോഴും അറബികളിൽ കാണാം. ഏതോ ഒരു അറബി കള്ളു കുടിക്കുമ്പോഴേക്ക് ഇവിടെ നമ്മൾക്ക് ഒരു ചെറിയൊരു പ്രചരണമുണ്ട്, ആ അറബികളൊക്കെ അങ്ങനെയാണ്. സത്യത്തിൽ ആ അറബികളെ കള്ളു കുടിപ്പിക്കുന്നത് ഇവിടുന്ന് പോകുന്ന ഏലെ മലയാളികളാണ്. അങ്ങനെ അതിന്റെ കഥ. ഇവിടുന്ന് പോകുമ്പോ കുറച്ച് ഊതും കുറച്ച് അത്തറും കൊണ്ടുപോകും. അത് മെല്ലെ കൊടുത്ത് കൈപ്പഹാലക്കാന്നൊക്കെ ചോദിച്ച് മെല്ലെ നമ്മളെ കടലാസിൽ മുപ്പരെ കൊണ്ട് ഒപ്പിടിച്ച്
പിന്നെ കുറച്ച് മധുരമുള്ള വെള്ളവും കൊടുത്ത് ആദ്യം ആ സാധു അത് കുടിച്ചുപോയി. അങ്ങനെ അവരെ കള്ളുകുടിയന്മാരാക്കി മാറ്റുന്നത് പോലും ഇവിടുന്ന് പോകുന്ന മലയാളികളാണ്. നമ്മേക്കാൾ വളരെ മാന്യതയുള്ളവരാണ് അറബികൾ. ആ അറബികളിൽ നിന്നാണ് ഹബീബായ റസൂലുള്ളാഹിനെ അല്ലാഹു തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അറബികളെ കുറ്റം പറയാൻ പാടില്ല, അറബി ഭാഷയെ കുറ്റം പറയാൻ പാടില്ല, അറബികളെ ചീത്ത പറയാൻ പാടില്ല, ആ നബിയുമായി ബന്ധപ്പെട്ട ഒന്നിനെയും ചീത്ത പറയാൻ പാടില്ല. ആ നബിയുടെ ബാപ്പയെ, ഉമ്മയെ, വലിയാപ്പയെ ആരെയും ആക്ഷേപിക്കാൻ പാടില്ല. അതെല്ലാം മഹബത്തിന്റെ ഭാഗമാണ്. അതുപോലെ ആ തിരുനബി ഇഷ്ടപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ആലിമീങ്ങൾ. അവരെയും ആക്ഷേപിക്കാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം അംഗീകരിച്ച് ജീവിക്കുന്ന ഉലമാഇനെ പ്രിയം വെച്ച് ആദരിച്ച് അവരെ പറ്റി ഗീബത്ത്, നമീമത്ത്, ഫസാദ്, ഫിത്ന പറയാതെ വളരെ അച്ചടക്കത്തോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ അൻ-നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ആ നബിയെ പിൻപറ്റുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആയില്ല. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മഹബത്ത് വെക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ അവരോട് ഒപ്പം ആവുകയില്ല. മറിച്ച് അവരുടെ പ്രവർത്തനം എന്താണ്, അവരുടെ ആചാരങ്ങൾ എന്താണ്, അവരുടെ അനുഷ്ഠാനങ്ങൾ എന്താണ്, അത് അറിയുകയും അത് അന്വേഷിക്കുകയും അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വിജയം ലഭിക്കുകയില്ല. അപ്പൊ ആധുനിക ലോകത്ത് മൗലിദ് ആചരിക്കുന്ന, മൗലിദ് ചൊല്ലുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽ ഇസ്ലാമിന്റെ സംസ്കാരം ചിലപ്പോൾ കാണാറില്ല. അതിന്റെ ഉദാഹരണമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നബിയോടൊക്കെ വലിയ ഇഷ്ടമാണ്, നിസ്കാരം തീരെയില്ല. ഈ വയലും ഈ പരിപാടിയും എല്ലാം കഴിഞ്ഞ് പോയി കിടന്നുറങ്ങുകയാണ് ഇശാഅ് നിസ്കരിക്കാതെ. നിങ്ങൾ അറിയോ, പരിപാടി എല്ലാം പങ്കെടുത്ത് ഇവിടുന്ന് പോയി ഇശാഅ് നിസ്കാരം ഇല്ലാണ്ട് ഉറങ്ങുകയാണ്. പിന്നെങ്ങനെയാ നബിയോട് നമുക്ക് മഹബത്ത് ലഭിക്കും? ആ രാത്രിയിൽ ഉറങ്ങിയിട്ട് രാവിലെ സുബഹിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ എഴുന്നേൽക്കുന്നില്ല, പിന്നെ ഉറങ്ങുകയാണ്. പിന്നെങ്ങനെ നബിയോടുള്ള സ്നേഹം നമുക്ക് ലഭിക്കും? അതുകൊണ്ട് സ്നേഹമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷവും ആ നബിയുടെ സ്വഭാവവും ആ നബിയുടെ സംസ്കാരവും നമ്മൾ ഉൾക്കൊള്ളണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയട്ടെ, ആ തിരുനബിയെ മറ്റൊരു പ്രധാന വിഷയത്തിലാണ് നമ്മൾ എപ്പോഴും അവലംബിക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മഹല്ലിലുള്ള കാരണവന്മാരോടാണ് ഞാനിത് പറയുന്നത്, ഉത്തരവാദിത്വമുള്ള മാലിമീങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്, യുവത്വത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാരോടാണ് ഞാൻ പറയുന്നത്, കുടുംബത്തിന്റെ ഭാരങ്ങളുള്ള രക്ഷാകർത്താക്കളോടാണ് ഞാൻ പറയുന്നത്. ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരോടൊക്കെ എനിക്ക് ഉണർത്താനുള്ള പ്രധാനമായ കാര്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വലിയ റോളിൽ, ഏറ്റവും വലിയ ഒരു റോളിൽ മികച്ചു നിന്ന ഏറ്റവും വലിയ നേതാവാണ്. അതേതാണ് ആ റോൾ എന്നറിയങ്ങൾ? ആ റോളിൽ നമ്മൾ എത്തിയാൽ നമ്മളെ കുടുംബം പാഴാവുകയില്ല, നമ്മളെ അനുജന്മാര് പാഴാവുകയില്ല, നമ്മളെ അയൽക്കാർ ഒരിക്കലും അകന്നു പോവുകയില്ല, എല്ലാവരും നല്ലവരായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റോൾ, അവിടുത്തെ ജീവിതത്തിലെ ആ പ്രധാനപ്പെട്ട റോൾ ഏതാണെന്ന് ചോദിച്ചാൽ അവിടുന്ന് എല്ലാവരുടെയും രക്ഷകൻ ആയിരുന്നു. എല്ലാവരുടെയും രക്ഷകനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആധുനിക ലോകത്ത് നമുക്കത് മാത്രമേ അറിഞ്ഞുകൂടാത്തതുള്ളൂ. മറ്റുള്ളവരെ രക്ഷിക്കുന്നത് മാത്രം നമുക്കറിയില്ല. നമുക്കാകെ അറിയാവുന്നത് മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കൽ മാത്രമാണ്. മുമ്പ് കൊച്ചിയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഞണ്ടിനെ കയറ്റുന്ന ഒരു കമ്പനി ഉണ്ട്. ഞണ്ടിനെ ഇവിടുന്ന് കയറ്റിയേക്കാണ് കൊച്ചിയിലേക്ക്. ഈ ഞണ്ടിനെ ജീവനോടെ അമേരിക്കയിൽ എത്തിച്ചാൽ നല്ല വില കിട്ടും. പക്ഷേ കുറച്ച് പ്രയാസമാണ്. ഈ ഞണ്ടുകൾ ചത്തുപോകാതെ അമേരിക്കയിൽ എത്തണമെങ്കിൽ വളരെ നന്നായി പാക്ക് ചെയ്ത് എയർ ആ ഞണ്ടുകൾക്ക് പാക്കിലേക്ക്, ആ പെട്ടിയിലേക്ക് എയറിന്റെ സർക്കുലേഷൻ ശരിക്ക് കിട്ടിയാലേ ചാകാതെ അവിടെ എത്തും. എപ്പോഴെങ്കിലും എയർ കിട്ടാതെ ആയി പോയാൽ ഞണ്ട് ചത്തുപോകും. അങ്ങനെ ഈ ഞണ്ടുകൾ ഇങ്ങനെ പാക്ക് ചെയ്യാണ്. പാക്ക് ചെയ്യുമ്പോൾ ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ ചോദിച്ചു,
നമ്മൾ എയർ കടക്കാൻ വേണ്ടി പെട്ടിക്ക് വലിയ ദ്വാരം വെച്ചാൽ ആ ദ്വാരത്തിലൂടെ ഞണ്ട് പുറത്തേക്ക് ചാടിപ്പോവില്ലേ? ഈ എയർ കിട്ടാൻ വേണ്ടിയാണ് പെട്ടിക്ക് തുള വെച്ചത്. ആ തുളയെ കൂടെ ഞണ്ട് പുറത്തേക്ക് പോലെ. അപ്പൊ ആരോ പറഞ്ഞില്ല, കേരളത്തിലെ ഞണ്ടായതുകൊണ്ട് ഒരു ഞണ്ട് അഥവാ അങ്ങനെ ആ ദ്വാരത്തിലൂടെ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ തന്നെ താഴെയുള്ള ഞണ്ടുകൾ കൂടിയിട്ട് പറയുന്നത് ഈ മാത്രം അങ്ങനെ കയറണ്ട, ഞങ്ങൾ കുറെ ആള് താഴെന്ന് കഷ്ടപ്പെടുകയാണ്, നമുക്ക് എല്ലാവരും ഒന്നായിട്ട് പോകാം, അല്ലേ ഒന്നായിട്ട് ചാവാം. ഒരാളെ രക്ഷപ്പെടുത്താൻ അനുവദിക്കാത്ത ഒരാൾ പണക്കാരനായി മാറിയാൽ അവന്റെ സമ്പന്നതയെ ഇഷ്ടപ്പെടാത്ത ഒരാൾ ഗൾഫിൽ ജോലി കിട്ടിയാൽ ആ ജോലി കിട്ടിയവന്റെ ജോലിയിൽ സന്തോഷിക്കാത്ത ഒരാൾ SSLC പാസ്സായാൽ ആ പാസ്സായ കുട്ടിയെ അനുമോദിക്കാൻ തയ്യാറാകാത്ത അത്തരമൊരു ചെറിയ മാനസികാവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകമായി ഉണ്ട്. ഹബീബായ നബി നേരെ തിരിച്ചാണ്. അവിടുന്ന് എല്ലാവരെയും രക്ഷിക്കുന്ന നേതാവാണ്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, വലിയ മുതലാളിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ദരിദ്രനായി ജീവിച്ച വ്യക്തിയാണ്. മദീനയിലെ മാർക്കറ്റിൽ ഏതാണ്ട് 120ഓളം ഇനം കാരക്കകൾ ഉണ്ട്. ആ കാരക്കയുടെ മാർക്കറ്റിൽ കച്ചവടം ചെയ്ത് ജീവിക്കുകയായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം സയ്യിദുനാ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അല്ലയോ അബ്ദുറഹ്മാനെ, നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ? ഇത് നമ്മളെ സമൂഹത്തിൽ ഒരു ചോദ്യമായി മാറണം. നമ്മള് വിവാഹപ്രായമെത്തിയ കുട്ടികളുടെ വീട്ടുകാരോട് നമ്മൾ ചോദിക്കേണ്ടത്, അല്ല വിവാഹമൊക്കെ എവിടെത്തി, എന്തോ അന്വേഷണമായോ? വെറുതെ ചോദിച്ചേക്കുക. അവ മറ്റേയാളെ മറുപടി ഒന്നും ആയിട്ടില്ല. അത് നമുക്ക് വേഗം ശരിയാക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അതിനുള്ള വഴികളൊക്കെ എളുപ്പാക്കട്ടെ എന്നൊരു ചെറിയ ദുആഓടുകൂടി അവർക്ക് അനുകൂലമായ ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ അത് റസൂലുള്ളാഹിയുടെ സുന്നത്താണ്. അലാ തതസവ്വജു, നിനക്കൊരു വിവാഹം വേണ്ടേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറയുകയാണ്, ഹബീബായ നബിയെ, ഞാനിപ്പോൾ കല്യാണം കഴിക്കുകയില്ല. കാരണം കല്യാണം കഴിക്കണമെങ്കിൽ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന് മഹർ കൊടുക്കാനുള്ള വക വേണം. ആ വക എന്റെ കയ്യിലില്ല. അതുകൊണ്ട് കെട്ടിക്കൊണ്ടുവരുന്ന ഭാര്യയ്ക്ക് മഹർ കൊടുക്കാൻ കഴിയാത്ത, അവർക്ക് ചെലവ് കൊടുക്കാൻ കഴിയാത്തവർ തൽക്കാലം പെണ്ണുകെട്ടാതെ അല്പം ക്ഷമിക്കലാണ് ബുദ്ധി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മാർക്കറ്റിലേക്ക് തന്നെ പോയി. അവിടെ ചെറിയൊരു കച്ചവടം ഉണ്ട്. ആ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ മാതൃക നമ്മളെ യുവാക്കൾ പിൻപറ്റണം. എല്ലാ ദിവസവും കടയിൽ നിന്ന് കിട്ടുന്ന കൂലി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അനാവശ്യത്തിൽ ചെലവഴിക്കാതെ അത് മെല്ലെ കൊണ്ടുപോയി ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അത് സേവ് ചെയ്യും. പലിശക്ക് കൊടുക്കുകയല്ല, അതിങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ്. സൂക്ഷിച്ചു വെച്ച ആ സമ്പാദ്യമെല്ലാം കൂടി ഒരു ദിവസം എണ്ണി നോക്കുമ്പോൾ മഹർ കൊടുക്കാനുള്ള വകയുണ്ട്, ഭാര്യയെ പോറ്റാനുള്ള വകയുണ്ട്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ചെല്ലുന്നു, നബിയെ, ഇപ്പൊ എന്റെ കയ്യിൽ കല്യാണം കഴിക്കാനുള്ള വകയുണ്ട് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണന്വേഷിക്കുന്നു. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് കല്യാണത്തിനുള്ള അനുവാദം കൊടുക്കുന്നു. ഉസ്താദിനോട് ചോദിക്കാതെ, ഉസ്താദിന്റെ അനുവാദമില്ലാതെ ശിഷ്യന്മാർ കല്യാണം പോലും നടത്താതെ, എല്ലാ ഉസ്താദിന്റെ അനുവാദം, മാതാപിതാക്കളുടെ അനുവാദം, അവരുടെ സമ്മതം, നബി അനുവാദം കൊടുക്കുന്നു. അനുവാദം കൊടുത്തപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിക്കുന്നു, ഹബീബായ നബി, എന്റെ കല്യാണത്തിന് നിങ്ങളൊന്ന് വരണം, എന്റെ വീട്ടിൽ നിങ്ങളൊന്ന് വരണം. ഉസ്താദുമാരെ വീട്ടിലേക്ക് ക്ഷണിക്കൽ, സയ്യിദുമാരെ വീട്ടിലേക്ക് ക്ഷണിക്കൽ, ആലിമീങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കൽ, അത് ഇസ്ലാമിന്റെ പരമ്പരാഗതമായ മാർഗമാണ്. നോക്കൂ, ഖുതുബി മുഹമ്മദ് മുസ്ലിയാരെ പോലെ വലിയ വലിയ ആലിമീങ്ങൾ വെളിമണ്ണയിലും കടലാന്തിയിലും പരിസരങ്ങളിലൊക്കെ വലിയ ആലിമീങ്ങൾ പഴയ കാലത്ത് പല വീടുകളിലും വന്നിട്ടുണ്ട്. ആരാണ് ക്ഷണിച്ചു വരുത്തിയത്? ഈ നാട്ടിലെ ബസ്സും വാഹനവും ഒന്നും ഓടാത്ത ആ
പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ മഞ്ചലിലെടുത്ത് വെച്ചിട്ടാണ് ഉസ്താദുമാരെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിലൊറ്റ ഉസ്താദ് എത്തുമ്പോഴേക്ക് ആ വീട്ടിലും പരിസരത്തുള്ള എല്ലാവരും അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അവരെ കൊണ്ട് വെള്ളം വന്നിരിപ്പിക്കുകയാണ്, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് വരുമ്പോഴേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആടിനാർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ആടിനാർത്ത് ഭക്ഷണം നൽകിയപ്പോൾ ഒരൊറ്റ ദുആയാണ്, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം എന്ന് ദുആർക്കുന്നു. ആ ഒരൊറ്റ ദുആ റസൂലുള്ളാഹിന്റെ ദുആ ലഭിച്ചപ്പോൾ ആ ഒറ്റ ദുആയുടെ പൊരുത്തം കൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയുന്നു, ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഒരു പാറ, ഒരു കല്ല് ഞാനിങ്ങ് പൊക്കുകയും ആ കല്ലിന്റെ അടിയിൽ സ്വർണമോ വെള്ളിയോ ഉണ്ടാവണമെന്ന് ഞാൻ എന്റെ മനസ്സിൽ ആശിക്കുകയും ചെയ്താൽ ഞാൻ പൊക്കുന്ന ആ പാറയുടെ അടിയിൽ സ്വർണമോ വെള്ളിയോ എനിക്ക് ലഭിക്കും. ഞാൻ തൊടുന്നതെല്ലാം പൊന്നായി മാറും. ഞാൻ തൊട്ടതൊക്കെ പൊന്നായി മാറാനുള്ള കാരണം റസൂലുള്ളാഹിന്റെ ദുആയാണ്. ആ ഹബീബിനെ എന്റെ വീട്ടിലേക്ക് വിളിച്ചതിന്റെ പവറാണ്. ആ നേതാവിന്റെ ഉപദേശം സ്വീകരിക്കുന്നത് പോലെ ഇസ്ലാമിക സമൂഹത്തിലെ ഓരോ യുവാവും ഓരോ കുടുംബവും ആ കുടുംബത്തിന് ഒരു ഉസ്താദിനെ തെരഞ്ഞെടുത്ത് ഒരു സ്വാലിഹായ മനുഷ്യനെ കണ്ട് അവരോടുള്ള ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോകൽ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് അനിവാര്യമാണ്. മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്ത് ബേജാറുണ്ടായാലും ആ ബേജാറിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ സമീപത്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയാൻ വേണ്ടി വരുമ്പോൾ അവരെ സമാധാനിപ്പിക്കുക എന്ന ബാധ്യത നമുക്കുണ്ട്. മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ മഹല്ല് സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന ബുർദാസ്വാദന വേദിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ പരിപാടി വീക്ഷിക്കുന്ന മഹല്ല് ഭാരവാഹികളോട് പറയട്ടെ, നമ്മുടെ നാട്ടിലും പരിസരത്തും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, കഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. ആ കഷ്ടപ്പെടുന്ന ആളുകൾ എങ്ങോട്ടാണ് അവരിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്? അവരിൽ ഒരാൾ പോയത് കുട്ടിച്ചാത്തന്റെ ഏലസ് വാങ്ങാൻ വേണ്ടി പോയതാണ്. മാതൃഭൂമിയിലെ പരസ്യം കുട്ടിച്ചാത്തന്റെ ഏലസ്. ചിലരങ്ങോട്ട് പോകുന്നു, വേറെ ചില ആളുകൾ ഗുരുവായൂരിലേക്ക് പോകുന്നു. മരണപ്പെട്ടപ്പോൾ മകൻ ഇവിടെയില്ല, UAE-യിലാണ്. പക്ഷേ ആ ബാപ്പ മരിക്കുമ്പോൾ ആ മയ്യത്ത് സംസ്കരിക്കുന്നതാരാണ്? ആ മയ്യത്ത് പള്ളിയിലേക്ക് എടുക്കുന്നതാരാണ്? ആ മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തുന്നതാരാണ്? സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. അപ്പോൾ മക്കളെക്കാൾ ഒരുപക്ഷേ നിനക്ക് അള്ളാഹു ഉപകാരമാക്കി വെച്ചിട്ടുള്ളത് നിന്റെ സഹപ്രവർത്തകരെ ആയിരിക്കും. അതുകൊണ്ട് നീ ക്ഷമകേട് കാണിക്കരുത്. നിന്റെ കുട്ടി മരിച്ചത് മരിക്കേണ്ടത് കൊണ്ട് തന്നെയാണ്. അവൻ മരിക്കൽ അനിവാര്യമായ കൊണ്ട് റബ്ബ് മരിപ്പിച്ചതാണ്. പക്ഷേ മരണം ഉണ്ടാവുമ്പോ നമ്മൾ അൽഹംദുലില്ലാ എന്ന് മാത്രം ചൊല്ലരുത്. ചൊല്ലേണ്ടത് ഏതാണ്? ഇന്നാ ലില്ലാഹ്. ഒരു കുട്ടി മരിച്ച ഒരു വാപ്പയല്ലാണ് അൽഹംദുലില്ലാ. എന്താ ഇങ്ങനെ? അല്ല, എന്റെ കുട്ടി മരിക്കുന്നതിൽ എന്തോ ഒരു ഖൈറുണ്ടാവും, ഞാൻ ആ ഖൈറിൽ സന്തോഷിച്ചിട്ട് അൽഹംദുലില്ലാ ചൊല്ലുകയാണ്. അങ്ങനെ ഒരാൾ ചൊല്ലിയാലും തെറ്റില്ല. മരണം സംഭവിച്ചാൽ 3 ദിക്ർ സുന്നത്താണ്. നമ്മുടെ നാട്ടിൽ പരിചയമുള്ളത് ഇന്നാ ലില്ലാഹി മാത്രമാണ്. അൽഹംദുലില്ലാഹിയും സുന്നത്താണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിയും സുന്നത്താണ്. പക്ഷെ അത് രണ്ടും അവസാനമേ പറയാവൂ. മരണവാർത്ത അറിയിക്കാൻ വേണ്ടി ഒരാൾ വന്നു, നമ്മൾ ആചാര്യം വെച്ചിരിക്കണ് അൽഹംദുലില്ലാഹ്, നല്ല മട്ടായി അങ്ങനെ പറയാ. പക്ഷെ അയാൾ കേൾക്കാൻ മാത്രം അയാൾ വലുതാവണം. അയാൾ കുണ്ടൂരുസാദൊക്കെ ആണോ പറയാൻ നമുക്ക്? അയാളൊരു കുണ്ടൂർ ഉസ്താദിന്റെ മർത്തബയിലൊക്കെ എത്തിയ ആളാണെങ്കിൽ ആര് വന്നാള്, വിവരം അറിയിക്കാൻ വന്ന ആള്. അത് അങ്ങനെയല്ലല്ലോ, സാധാരണക്കാരല്ലേ. അപ്പൊ അവരോട് നമ്മൾ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എപ്പോഴേത് മരിച്ച് അങ്ങനെ ആയിരിക്കും. അതിന് പകരം അത് ശരി, ഇനി ഇയാൾ മരിച്ചില്ലല്ലേ, അങ്ങനെയുണ്ട് ചോദിക്കുന്ന ആളുകൾ. ഞാനൊരു ദിവസം അങ്ങനെ ഇളയറ്റിൽ വട്ടോളിയുടെയും പൂനൂരിന്റെ ഇടയിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനൊരു മരിച്ച വീട്ടിൽ പോയി വരികയാണ്. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, എവിടുന്നാ പൈസ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു മരിച്ച വീട്ടിൽ. ആരാ മരിച്ചത്? അത് നമ്മളിവിടെയുള്ള രാജ്യം. അയാൾ ഇനി മരിച്ചില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ മരിച്ച ആളെ എൻ്റെ ഒരു അമ്മോനാണ്, വല്യമ്മോനാണ്.
എൻ്റെ ഒരു വലിയ മോനെ പറ്റി ഇയാൾ ചോദിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ വല്ലാത്ത മുറിവ്. ചോദിക്കുന്നത് ആരാ? ഒരു മുസ്ലിയാരാണ്. അപ്പൊ ആ ജാതി മുസ്ലിംമാരുണ്ട് ദുനിയാവില്. അപ്പൊ പിന്നെ സാധാരണക്കാരോ അതിനേക്കാൾ എത്രയോ മോശമായിട്ട് വരുമല്ലോ. അള്ളാഹു നബിന്റെ ഹക്ക് കൊണ്ട്, ഈ മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട് നമ്മളെല്ലാരെയും നന്നാക്കി തരട്ടെ സഹോദരന്മാരെ. അപ്പോ ദുഃഖിക്കുന്ന മനുഷ്യൻ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ലോകത്ത് പഠിപ്പിച്ചത് സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബി അവിടെ പിടിച്ചു നിന്നു. ജീവിതം മുഴുവനും യാത്രയാണ്, കഷ്ടപ്പാടുകളാണ്, ക്ഷമയാണ്, ത്യാഗമാണ്, എല്ലാ സമയത്തും എൻഗേജ്ഡ് ആണ്. ആ നബി യാത്ര ചെയ്ത ദൂരങ്ങൾ, അനുഭവിച്ച പീഡനങ്ങൾ, ചരിത്രത്തിൽ ആരും അനുഭവിക്കാത്ത പീഡനങ്ങൾ നബി അനുഭവിക്കുന്നു. എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെല്ലാം അർപ്പിക്കുന്നു. ഒറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. എല്ലാവരും കൈവിട്ടാൽ, പ്രിയപ്പെട്ട ഭാര്യയും പ്രിയപ്പെട്ട മക്കളും പ്രിയപ്പെട്ട കുടുംബവും എല്ലാവരും കൈവിട്ടാൽ പിടിച്ചു നിൽക്കാൻ നമ്മെ കൊണ്ട് കഴിയുകയില്ലല്ലോ. എന്നാൽ അവിടുത്തെ ധൈര്യം, റസൂലുള്ളാഹിന്റെ ധൈര്യം, ആ ധൈര്യമുള്ള നബിയുടെ, ആ നബിയോടുള്ള മഹബത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ഖൽബിൽ ഹിമ്മത്തിനേറ്റി തരട്ടെ. ആ നബിയുടെ പ്രിയപ്പെട്ട ബാപ്പ കുട്ടിക്കാലത്ത് മരിക്കുന്നു, വലിയാപ്പയായ അബ്ദുൽ മുത്തലിബ് മരിക്കുന്നു. അവസാന അബൂ ത്വാലിബ് ആ നബിയെ സംരക്ഷിക്കുന്നു. ആ അബൂ ത്വാലിബ് ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നു, ഓ മുഹമ്മദേ, നിന്റെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് നീ മാറണം, നിന്റെ ഈ മതത്തിൽ നിന്ന് നീ മാറണം. നിന്നെ കൊണ്ട് എനിക്ക് വളരെ പ്രയാസങ്ങൾ ഈ മക്കയിലുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് മാറണം, നീ പ്രചരണമെന്ന് നിർത്തണമെന്ന് പറയുമ്പോൾ അബൂ ത്വാലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു മറുപടിയുണ്ട്. അല്ലാഹു തന്നെ സത്യം, എന്റെ വലത്തെ കയ്യിൽ സൂര്യനും ഇടത്തെ കയ്യിൽ ചന്ദ്രനും വെച്ചു തന്നാൽ പോലും ഞാൻ ഈ ആദർശത്തിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. അബൂ ത്വാലിബാകുന്ന പിതൃവ്യനോടാണ് പറയുന്നത്. എത്ര ധൈര്യമുണ്ടാകണം എന്ന് പറയാൻ. അതുകൊണ്ട് തന്നെ ഡോക്ടർ വില്യം മൂർ എന്ന ആംഗ്ലേയ ചിന്തകൻ ദി ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന പുസ്തകത്തിൽ എഴുതുകയാണ്, ഇത്രയധികം ത്യാഗമുള്ള, തന്റെ ഇടമുള്ള, ധൈര്യമുള്ള ഒരു മനുഷ്യനെ ചരിത്രത്തിൽ കാണാൻ കഴിയുകയില്ല. അതും പോരാ, ഹബ്ബാബ് ഇബ്നുൽ അറത്ത് എന്ന് പറയുന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, ഒരു കൊല്ലനായിരുന്നു അദ്ദേഹം. കൊല്ലനായി ജീവിച്ച് ഇസ്ലാം മതത്തിന്റെ ആശയം കേട്ടപ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്ന് ഇസ്ലാം മതം അവലംബിച്ച ഹബ്ബാബ് ഇബ്നുൽ അറത്ത് ഒരു ദിവസം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹബ്ബാബ് ഇബ്നുൽ അറത്ത് ആ നബിയുടെ അടുക്കൽ ഒന്ന് പരാതിപ്പെടുകയാണ്. ഹബീബായ നബിയെ, സഹിക്കാൻ കഴിയാത്ത വിഷമങ്ങൾ, സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീരെ ക്ഷമിക്കാൻ കഴിയാത്ത, തീരെ സഹിക്കാൻ കഴിയാത്ത പ്രതിബന്ധങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തുന്ന കുട്ടികൾ അവരുടെ പല ഭീഷണികളും വിഷമങ്ങളും അനുഭവിക്കുമ്പോൾ ചില സമയത്തൊക്കെ തോന്നിപ്പോകും, എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? മല പോലെയുള്ള എതിർപ്പുകൾ വരുന്നു, വലിയ വലിയ പണത്തിന്റെ ചാക്കുകളുമായി വന്ന് പ്രലോഭനങ്ങൾ നടത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു. എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞ് ബേജാറാകുന്ന ആളുകളുണ്ട്. ഹബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു തന്റെ വിഷമങ്ങൾ അങ്ങ് നിരത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ സനഇൽ നിന്ന് ഹളറമൗത്ത് വരെ ഒരു പെണ്ണ് അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാതെ, ഒരു പെണ്ണ് സനഇൽ നിന്ന് ഹളറമൗത്ത് വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നൊരു സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാക്കുന്നതുവരെ ഈ മുഹമ്മദ് നബി വിശ്രമിക്കുന്നതല്ല.
സന്നായിൽ നിന്ന് ഹദർമൗത്ത് വരെ കിലോമീറ്റർ എത്രയാ? 100 കണക്കിന് കിലോമീറ്റർ യാത്രയുള്ള ദൂരമുള്ള ആ സന്നായിൽ നിന്ന് ഹദർമൗത്ത് വരെ ഒരു പെണ്ണ് ഒറ്റക്ക് യാത്ര ചെയ്യുന്ന സാഹചര്യം ഈ ലോകത്ത് സംജാതമാകുന്നത് വരെ ഞാൻ പണിയെടുക്കും, ഞാൻ അധ്വാനിക്കും. റസൂലുള്ളാഹി അത് ഉണ്ടാക്കിയെടുത്തു കൊല്ലങ്ങൾക്ക് മുൻപ്. UAE-യിൽ പോയപ്പോ അവിടെ കോർഫുഖാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് UAE-യിൽ. ഇവിടുന്ന് ഗൾഫ് പോകുന്ന പല ആളുകളും അങ്ങോട്ട് എത്തിപ്പെടാറില്ല. ഒരു ഉൾപ്രദേശമാണ്. അങ്ങോട്ട് പോയാൽ തന്നെ കൂടുതൽ വലിയ പണക്കാരെയും മുതലാളിമാരെയും ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് അധികം ആളും കൊണ്ട് പോകില്ല. കോർഫുഖാനില് അവിടെ വലിയൊരു സൂപ്പർ മാർക്കറ്റ്. ആ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് അവിടെ സ്ത്രീകൾ കാർ ഓടിച്ച് വന്ന് സൂപ്പർ മാർക്കറ്റ് മുൻപിൽ കാറ് നിർത്തി ആ കാറിലേക്ക് ആവശ്യമുള്ള സാധനമൊക്കെ കാറിൽ വെച്ച് കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഈ ഹദീസ് ഓർമ്മ വന്നു. ഒരു കാലഘട്ടത്തിൽ ഈ മരുഭൂമിയിലൂടെ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ അവരെ തട്ടിക്കൊണ്ടുപോവുകയും റാഞ്ചുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അള്ളാഹുവേ, നിന്റെ ഹബീബ് ഉത്സാഹിച്ച കാരണം കൊണ്ട് പെണ്ണിന് ഒറ്റക്ക് വണ്ടി ഓടിക്കുവാൻ, എന്നിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുവാൻ ആവശ്യമായ സുരക്ഷിതത്വവും സേഫ്റ്റിയും നിന്റെ ഹബീബായ നബി ലോകത്തുള്ള പെണ്ണുങ്ങൾക്ക് നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ആ നബിയെ നിങ്ങൾ സ്നേഹിക്കുക. ആ സ്നേഹത്തിന്റെ പേരിൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. ആ സ്നേഹത്തിലായി കുട്ടികളെ വളർത്തുക. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ പടച്ചവനെ, ഈ മജ്ലിസ് ഞങ്ങൾക്ക് നീ ഒരു സ്വാലിഹായ അമലായി ഖബൂലാക്കണേ പടച്ചവനെ.